നമ്മൾ വെറും 20 മിനിറ്റിൽ ഉണ്ടാക്കിയ സ്പൈസി ചിക്കൻ നൂഡിൽസ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആയിഷ് അർജുൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ട പോലെ ഒരു ഈസി പീസി നൂഡിൽസ് റെസിപ്പിയാണ് ബൈ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ഇതുവരെ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് അപ്പിയറൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇന്ന് ഫുൾ ത്രൂ ഔട്ട് വീഡിയോ ആളുടെ ഈ ഒരു ഈസി റെസിപ്പിയാണ്. നൂഡിൽസ് എക്സ്പെർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ചുമ്മാ നമ്മുടെ രുക്കു. കമോൺ, അർജുന്റെ സിസ്റ്റർ ആണ് രുക്കു. പവിത്ര എന്നാണ് ശരിക്കുള്ള പേര്. യെസ്. അപ്പൊ രുക്കു, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ നൂഡിൽസ് ആണ്, ചിക്കൻ സ്പൈസി നൂഡിൽസ്. ഓക്കെ, ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ സ്പൈസി നൂഡിൽസ് ആണ്. അപ്പൊ നമ്മൾ വീട്ടിൽ വെച്ചുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ ഇന്നത്തെ ഏത് നൂഡിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് കാണിക്കാം. നോർമൽ ആയിട്ടുള്ള വെജ് ഹക്ക നൂഡിൽസ്. വെജ് ഹക്ക നൂഡിൽസ് കിങ്സ് ബ്രാൻഡ് അങ്ങനെ ഉണ്ടോ? അപ്പൊ കിംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വെജ് ഹക്ക നൂഡിൽസ് ആണ്. അത് 0 ഫാറ്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓർഡിനറി നൂഡിൽസ് നമ്മൾ കുറച്ച് ഇതിലോട്ട് തട്ടി നമുക്ക് ഫുൾ ആവശ്യമുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഫുൾ റെസിപ്പി നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് രുക്കു ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. ചിക്കൻ വെച്ചിട്ടും വെജീസ് വെച്ചിട്ടാണ്. അപ്പൊ രുക്കു, നമ്മള് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് എത്ര ടൈം എടുക്കും നമുക്ക്? 30 മിനിറ്റ് ഒക്കെ മതി. ഒരു അരമണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. പിന്നെ രുക്കു പാസ്ത, കോണ്ടിനെന്റൽ ഐറ്റംസ്, ഇതുപോലത്തെ നൂഡിൽസ്, അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നൂഡിൽസ്, പാസ്ത. അല്ലാതെ മറ്റേ നാടൻ അങ്ങനത്തെ കുക്കൊന്നും അല്ല വലിയ. പക്ഷെ ആള് നല്ല അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ ഇനി നൂഡിൽസ് നമുക്ക് പ്രോസസ്സിംഗിലോട്ട് കിടക്കാം അല്ലേ? ഫസ്റ്റ് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഫസ്റ്റ് വെള്ളം ഒന്ന് ബോയിൽ ചെയ്തിട്ട് നമുക്ക് നൂഡിൽസ് എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് പാത്രത്തിൽ വെള്ളം വെച്ച് അത് ബോയിൽ ആവുമ്പോൾ നമ്മുടെ നൂഡിൽസ് അതിലോട്ട് ഇടാം അല്ലേ? അപ്പൊ ഇത് 8 to 10 മിനിറ്റ്സ് അപ്പോഴത്തേക്കും അത് സെറ്റ് ആവും. 8 to 10 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഇത് സെറ്റ് ആവും. ഫുൾ ഇടുന്നുണ്ടല്ലേ നമ്മള്? ഫുൾ ഇടുന്നുണ്ട്. കാരണം നമ്മൾ എത്ര പേർക്കുള്ള പ്രിപ്പയർ ചെയ്യുന്നവർക്കും? നമ്മള് ടോട്ടൽ 6 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 6 മെമ്പേഴ്സിനുള്ളതാണ് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മള് നൂഡിൽസ് ബോയിൽ ചെയ്യുമ്പം അതില് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്താണ്ട് ഇടുന്നത്. അപ്പൊ ഓയിൽ നമ്മൾ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളല്ല, റിഫൈൻഡ് ഓയിൽ. സൺഫ്ലവർ ആണോ? ഓക്കെ, സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കണം. ഓക്കെ, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇത് ബോയിൽ ആണോ അല്ലേ? യെസ്. ഒരു 8-10 മിനിറ്റ്സ് ആവും. ചിക്കൻ നൂഡിൽസ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലോട്ട് ഉപ്പിടാം, സോൾട്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കേട്ടോ, ചില്ലി പൗഡർ, മുളക് പൊടി കുറച്ച്. നമ്മുടെ ചിക്കൻ മാരിനേഷൻ പ്രോസസ് ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള കുറച്ച് സോൾട്ട്, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കേട്ടോ, കുറച്ച് കുരുമുളക് അല്ലേ? പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇടുന്നുണ്ട്. ഓക്കെ, കോൺഫ്ലവർ ഇടുന്നുണ്ട് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനല്ലേ രുക്കു? രുക്കുവിന്റെ മൂക്കുത്തി കാണാൻ കൊള്ളാം വീഡിയോയില്. രുക്കു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് മൂക്ക് കുത്താൻ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ചിക്കൻ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തു. ഒന്നുകൂടി പറയാം. ഉപ്പുണ്ട്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, കോൺഫ്ലോർ, കുറച്ച് മസാല മാത്രമല്ല, ഒരുപാട് ഓവർ മസാലയൊന്നും ഇല്ല. ഓവർ മസാല വേണ്ട. നൂഡിൽസ് ആയതുകൊണ്ട് കുറച്ച് മസാല മതി അല്ലേ? ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ബട്ടറിലാട്ടോ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ഡീപ് ഫ്രൈ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇപ്പോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ബട്ടറിൽ ചെയ്തെടുക്കുന്നതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ ഓയിലല്ല യൂസ് ചെയ്യുന്നത്. ഇത് എത്ര ടൈം എടുക്കും ഇപ്പോൾ? ഓൾമോസ്റ്റ് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ്. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ആയിട്ട് കാണാം അല്ലേ? യെസ്. അപ്പം നമ്മൾ ഇതിലൊരു സോസ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഒരു എല്ലാം ഉള്ള സോസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഞാൻ നൂഡിൽസിൽ ഇടുന്നത്. കുറച്ച് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് അല്ലേ? ഗ്രീൻ ചില്ലി സോസ്. ഇത് റെഡ് ചില്ലി, കുറച്ച് ടൊമാറ്റോ സോസ് കേട്ടോ, കുറച്ച്. ഇതൊരു മിക്സ് ആയിട്ടൊരു ആ സോസാണ് ഇടുന്നത്.
വിനീഗർ അല്ലേ? കുറച്ച് കേട്ടോ. ഒരു ചെറിയൊരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ടുണ്ട് അല്ലേ? ടീ മിക്സ് ചെയ്തിട്ട് ഈ സോസ് ആയിട്ട് യൂസ് ചെയ്യണം. സോയാ സോസ് പക്ഷെ നമ്മള് നൂഡിൽസിൽ ഡയറക്റ്റ് ആയിട്ട് ഇടാണ് ചെയ്യണം. ഈ മിക്സിൽ ഇല്ല സോയാ സോസ്. ഓക്കെ, നമ്മുടെ വെജീസ് എല്ലാം ഇവിടെ റെഡി ആണല്ലേ രുക്കു? കുറച്ച് ഒരുപാട് വെജീസ് ഉണ്ട്, കാരണം നൈറ്റ് ആയതുകൊണ്ട് ഡിന്നർ ആയതുകൊണ്ട് കുറച്ച് ഹെൽത്തി നൂഡിൽസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. 2 സവാള ഉണ്ട്. 2 സവാള, കുറച്ച് ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്. ഓക്കെ, നമ്മൾ എക്സ്ട്രാ എന്താണ് ഗാർലിക്കും ചില്ലി ഇടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിൽ ഇടുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് സോർട്ട് ചെയ്യുമ്പോ ഇനി കാണാം അല്ലേ? ചിക്കൻ എന്തായി? നമ്മുടെ ചിക്കൻ ഒരുവിധം ആയി വരുന്നു. ഡീപ് ഫ്രൈ അല്ലല്ലോ, ഷാലോ ഫ്രൈ ആണ്. ഓക്കെ, ലുക്സ് നൈസ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ സോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ സോർട്ട് ചെയ്യാം. നമ്മൾ പാത്രം കണ്ടൊന്നും പേടിക്കരുത്. ഇതിവിടെ ഓൾറെഡി നമ്മുടെ വീട്ടിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. 6 പേര് നല്ലോണം കഴിക്കുന്ന ആൾക്കാരാണ്. അതെ, അപ്പൊ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയാലേ തികയത്തുള്ളൂ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് 1 കിലോ നൂഡിൽസും ഉണ്ട്, ഒരുപാട് വെജിറ്റബിൾസും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിലുണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതെ, ചൂടായിട്ട് വേണം ബാക്കി ഇടാനായിട്ട്. എണ്ണ ചൂടാകുമ്പോൾ ഗാർലിക്കും പച്ചമുളകും ഉണ്ട് ഇടുന്നത്. നമ്മൾ കുറച്ച് എണ്ണ ചൂടായപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇടാം. ആദ്യം ഓണിയൻ, പിന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്താണ് ഇടുന്നത്. എല്ലാം ഒരുമിച്ച് തന്നെ ഇടുന്നു. ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം. എല്ലാം കൂടി നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് മറ്റേ വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പച്ച, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഇല്ല, അതൊന്ന് മാറി കിട്ടിയാൽ മതി വെജിറ്റബിൾസിന്റെ എല്ലാം. അപ്പൊ ഒരു 5-10 മിനിറ്റ്സ് സോർട്ട് ചെയ്യണം. കുറച്ച് ഉപ്പിട്ടിട്ട് സോർട്ട് ചെയ്യാം കേട്ടോ. വെജീസ് ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു രീതിയിലൊന്ന് സോർട്ടായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇടാം കേട്ടോ. അപ്പൊ നമ്മുടെ വെജീസിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ കൂടി ആഡ് ചെയ്തു. ഇറ്റ് ലുക്സ് യമ്മി. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇനി നമുക്ക് നമ്മുടെ മെയിൻ നമ്മുടെ നൂഡിൽസ്, ബോയിൽഡ് നൂഡിൽസ് അല്ലേ? അപ്പൊ നമ്മുടെ ബോയിൽഡ് നൂഡിൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സോസ് ഇല്ല, നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു നോക്കാം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. അതെ, അപ്പൊ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സോസും കൂടിയും ഒഴിച്ചിട്ടാണ് നമ്മൾ ഇനി ഫൈനൽ മിക്സ് ചെയ്യുന്നത്. ഇനി അടുത്ത സോയാ സോസ് ഒഴിക്കാം. സോയാ സോസ് ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്ത് ഒഴിക്കണം, കാരണം ഇതിൽ ഒരുപാട് ഉപ്പുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ സോൾട്ട് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് മിനിമൽ ആയിട്ട് ഒഴിക്കണം അല്ലേ സോയ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സോസും സോയാ സോസും നമ്മളോട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്നെ ഇവിടെ ഇളക്കാൻ വേണ്ടിയിട്ട് ഐഷു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നൂഡിൽസ് കഴിക്കാൻ വേണ്ടി ഒരു മെമ്പറും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. വിസ്മയ, കം ഓൺ. വിസ്മയ എന്നല്ല, പേര് അല്ലി എന്നാണ്. അതെ അതെ, അല്ലി എന്നാണ് പേര്. കസിനാണ്. അതെ, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വ്ളോഗ് എന്റെ ക്യാമറമാൻ ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നമ്മൾ സോട്ട് ചെയ്യാണ്. അതെ, അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് മാത്രമേ അതിൽ ഇടത്തുള്ളൂ. അതെ, അപ്പൊ കുരുമുളക് ഇടുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും അല്ലേ? സ്പൈസി നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. യാ, സ്പൈസി ചിക്കൻ നൂഡിൽസ്, ഈസി പീസി. അപ്പൊ നമ്മുടെ രുക്കു പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും അതിൽ സെർവ് ചെയ്യുന്നുണ്ടാവും. അതെ, അപ്പൊ നമുക്ക് 8 പേർക്ക് വേണ്ടി നമ്മൾ വെറും 20 മിനിറ്റിൽ ഉണ്ടാക്കിയ സ്പൈസി ചിക്കൻ നൂഡിൽസ് ആണ്. അപ്പൊ നമ്മൾ നൂഡിൽസ് ഒക്കെ കഴിച്ച് ഫുൾ പാത്രം കാലിയാക്കിയിട്ടുണ്ട്. എന്റെ അർജുന്റെ ഒക്കെ
ദാറ്റ് വാസ് എ വെരി യമ്മി ഡിന്നർ ആക്ച്വലി. രുക്കുവാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണേ ഇപ്പൊ. യു ഡിഡ് എ വെരി ഗുഡ് ജോബ് രുക്കു. ഫുൾ മാർക്ക് 10 out of 10 അല്ലേ? അർജുൻ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഇനിയും എക്സൈറ്റിംഗ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആയിഷ് അർജുൻ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.